ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് അതായത് നമ്മുടെ സ്റ്റീലിൻ്റെ ടാങ്ക് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതുകൂടാതെ തന്നെ മുകളിൽ ഡ്രസ് വർക്ക് എന്ന ഏരിയയിൽ ഒരു കൂന പോലെ വരുന്നുണ്ട്. അവിടെ നമുക്ക് എങ്ങനെ ഈ ടാങ്കിൻ്റെ മാക്സിമം ഹൈറ്റ് കിട്ടാവുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, ഇതിൻ്റെ മുകളിലായിട്ട് ഏറ്റവും ഡ്രസ് വർക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെയാണ് ആ വാള് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കറക്റ്റ് സെൻറ്റർ വരാവുന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ ഹൈറ്റ് കിട്ടുന്ന ഏരിയ കറക്റ്റ് അതായത് നമ്മുടെ ഭിത്തിയുടെ സെൻറ്റർ ആയിരിക്കും. അവിടെ നമ്മൾ സെറ്റ് ചെയ്തു. അതിന് ശേഷം സ്റ്റീലിൻ്റെ ടാങ്ക് കണ്ടാവും. സ്റ്റീലിൻ്റെ ടാങ്ക് നമുക്ക് മാക്സിമം ഒരു ഹൈറ്റ് ഉണ്ടാവും. അത് കൂടാതെ തന്നെ നമ്മളൊരു എക്സ്ട്രാ ഒരു ഇരുമ്പിൻ്റെ ജിയുടെ പൈപ്പ് കാര്യങ്ങളൊക്കെ വെച്ച് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഹൈറ്റ് നമുക്ക് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെയാണ് സോളാർ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഡ്രസ് വർക്കിൻ്റെ ഏരിയ നിന്ന് കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം വെയിലടിക്കുന്ന സ്ഥലത്തേക്ക് സോളാറിൻ്റെ വാട്ടർ ഹീറ്റർ വയ്ക്കാൻ. അപ്പോൾ സോളാറിൻ്റെ വാട്ടർ ഹീറ്ററിലേക്ക് നമുക്ക് ഇതിൻ്റെ സപ്ലൈ കൊടുക്കണമെങ്കിൽ, അതായത് വെള്ളം കൊടുക്കണമെങ്കിൽ, ഇതിൽ നിന്നുള്ള പച്ചവെള്ളം കൊടുക്കണമെങ്കിൽ ടാങ്ക് ഹൈറ്റ് പൊങ്ങിയിരിക്കണം. അതായത് മെയിൻ വാട്ടർ ടാങ്ക് ഏകദേശം നമ്മുടെ വാട്ടർ ടാങ്കിൽ നിന്നും, അതായത് നമ്മുടെ വാട്ടർ ഹീറ്ററിൽ നിന്നും ഏകദേശം ഒരു 3 അടിയോളം പൊങ്ങി നിൽക്കണം എന്നാണ് അതിൻ്റെ രീതി. എന്നാൽ മാത്രമേ, അല്ലെങ്കിൽ നമുക്ക് റിട്ടേൺ ഉള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ സ്റ്റാൻഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ എല്ലാ വശങ്ങളിലും ഇതിപ്പോൾ ആകെ 3 ലെവലിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിന് ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ഇതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് ഒരു സ്ക്വയർ ആയിട്ടുള്ള സ്റ്റാൻഡ് അടിക്കുക. സ്ക്വയർ ആയിട്ടുള്ള സ്റ്റാൻഡ് അടിച്ചതിന് ശേഷം നമ്മൾ ആ സ്റ്റാൻഡിലേക്ക് ഈ പറയുന്ന 3 ഏരിയകളും കറക്റ്റ് വെൽഡ് ചെയ്ത് പിടിപ്പിക്കുക. വെൽഡ് ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ കാറ്റോ കാര്യങ്ങളോ ഒന്നും പിടിക്കാത്ത രീതിയിൽ, യാതൊരു വിഷയങ്ങളില്ലാത്ത രീതിയിൽ വർഷങ്ങളോളം നിന്ന് ചെയ്യാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കും, ഇതിൻ്റെ ചെറിയൊരു ഡ്രോബാക്സ് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിപ്പോൾ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറാനുള്ള ഒരു ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അതായത് കുത്തനെയായിട്ട് കിടക്കുന്നതുകൊണ്ട് കറക്റ്റ് ആ സ്റ്റാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന സ്റ്റീലിൻ്റെ വാട്ടർ ടാങ്കിൻ്റെ സെയിം ലെവലിലാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചൊരു വൈഡായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും മുകളിലേക്ക് കയറാനുള്ള ഒരു സ്റ്റെപ്പ് ലാഡറോ കാര്യങ്ങളോ കൂടി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ അങ്ങനെ ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു ഡ്രോബാക്സാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒരു സൈഡിലൊരു ലാഡർ കൂടി കൊടുത്ത് അത് വെൽഡ് ചെയ്ത്, അതായത് നമുക്കിത് എടുത്ത് മാറ്റാമെന്ന് ഉദ്ദേശിച്ച ഈ സ്റ്റാൻഡിൻ്റെ കൂടെ തന്നെ ആ ലാഡർ കൂടി കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഏറ്റവും മുകളിലോ കാര്യങ്ങളിലൊക്കെ പോയി നോക്കുന്നതിനും, എന്തെങ്കിലും ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തുന്നതിലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ വേണ്ടിയിട്ട് സാധനം കൊടുക്കുന്നത്, ലാഡർ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ കുറച്ചുകൂടി വൈഡായിട്ട് സ്റ്റാൻഡ് അടിക്കുകയാണെങ്കിലും ഏറ്റവും നല്ലതാണ്. കാരണം നമുക്ക് എന്തെങ്കിലും താഴെയാണെങ്കിലും നിന്ന് മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒന്ന് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. പിന്നെ ഇതിൻ്റെ പൈപ്പുകൾ ഔട്ട് പോയിരിക്കുന്നത് നമ്മൾ കണ്ടു. അതായത് 2 ഇഞ്ച് പൈപ്പാണ് ഔട്ട് പോയിരിക്കുന്നത്. ഹൈ പ്രഷർ നമുക്ക് എല്ലാ ടാപ്പുകളിലും കിട്ടും. പ്രഷർ പമ്പ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഹൈ പ്രഷർ നമുക്ക് കിട്ടും. പിന്നെ ഇന്ന് വരുന്നത് 1 ഇഞ്ച് പൈപ്പാണ്. അതായത് കിണറിൽ നിന്നുള്ള വെള്ളം വരുന്നത് 1 ഇഞ്ച് പൈപ്പ്. പിന്നെ അത് കൂടാതെ തന്നെ ഒരു വേസ്റ്റ് ലൈൻ പോകുന്നുണ്ട്. അതായത് ഈ ടാങ്കിൻ്റെ സ്റ്റീൽ ടാങ്ക് ഉപയോഗിക്കുന്നതിൻ്റെ കാരണം തന്നെ അതിൻ്റെ താഴെ കാണുന്ന ഒരു കുനിയിൽ പോലുള്ളൊരു ബൾജ് കാണാൻ സാധിക്കും. അവിടെ വരുന്ന വാട്ടർ, അതായത് ഏറ്റവും വെള്ളത്തിൽ എന്തെങ്കിലും അഴുക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ അത് താഴെ വന്നടി, അതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു പൈപ്പ് കൂടി കൊടുത്തിട്ടുണ്ട്. പൈപ്പിന് ഒരു എക്സ്ട്രാ വാൽവ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒന്നല്ലെങ്കിൽ ഓവർഫ്ലോയിലേക്ക് കളയാം. ഇനി അതല്ല എക്സ്ട്രാ പൈപ്പ് ഇട്ട് വേണമെങ്കിൽ പുറത്തേക്ക് കളയാം. ഏറ്റവും നല്ലത് ഒരു ഓവർഫ്ലോ പൈപ്പ്, നമ്മൾ പുറത്തേക്ക് മോട്ടർ അടിച്ചിട്ട് പുറത്തേക്ക് പോകുന്ന, അതായത് ടാങ്ക് നിറഞ്ഞതിന് ശേഷം പുറത്തേക്ക് പോകുന്ന പൈപ്പിൽ നമ്മൾ ഈ പറയുന്ന വേസ്റ്റ്, ഏറ്റവും താഴെ വരുന്ന ആ വേസ്റ്റ് ലൈൻ കണക്ട് ചെയ്താലും അത് അതിലൂടെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. കാരണം വേറെ എപ്പോഴും ആവശ്യം വരുന്നില്ല. മാസത്തിൽ ഒരിക്കലോ കാര്യങ്ങളൊക്കെ ചെയ്യണം, ജസ്റ്റ് ഒന്ന് തുറന്ന് ഒന്ന് ക്ലീൻ ചെയ്യേണ്ട കാര്യം വരുന്നുള്ളൂ. അപ്പോൾ അതിലേക്കൂടെ നമ്മൾ താഴേക്ക് ആ ടാങ്കിൻ്റെ അടിയിൽ ഊറിക്കിടക്കുന്ന ആ മണ്ണോ ചെളിയോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് അതിലൂടെ പൊക്കോളും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കുക ചാനൽ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.